ഏകാന്തതയുടെ മഹാതീരം ഏകാന്തതയുടെ അപാരതീരം വൈക്കം മുഹമ്മദ് ബഷീറിന്റെ അനവധി വിശേഷണങ്ങളിൽ ഏറ്റവും പ്രചാരമുള്ളത് ബേപ്പൂർ സുൽത്താൻ എന്ന വിളിപ്പേരിനാണ്. ചില വിദേശ മാധ്യമങ്ങൾ അദ്ദേഹം യഥാർത്ഥ സുൽത്താനാണെന്ന് പോലും കരുതിയത്രേ. സംശയമില്ലാത്ത ഒരേയൊരു കാര്യം അദ്ദേഹം മലയാളത്തിൽ എഴുത്തിന്റെ സുൽത്താനാണ് എന്നതാണ്. ആ സുൽത്താൻ കഥകൾ പറഞ്ഞ് സ്വയം ഒരു കഥയായി മാറി. എത്ര പറഞ്ഞിട്ടും കേട്ടിട്ടും മടുക്കാത്ത കഥ. ബഷീറിനെ ഗുരു എന്ന് വിളിച്ച MD വാസുദേവൻ നായർ ബഷീർ ഓർമ്മയായ സന്ദർഭത്തിൽ ഇങ്ങനെ പറഞ്ഞു: കാലത്തിലേക്ക് മറന്നിട്ട മനസ്സാക്ഷിയുടെ ജാലകപ്പഴുതായിരുന്നു ഈ കഥാകാരൻ. കഥ നീണ്ടുപോകുമ്പോൾ എവിടെയെങ്കിലും അവസാനിക്കണമല്ലോ. കാലം ബഷീർ എന്ന കഥയ്ക്ക് ഒരടിവരയിട്ട് കഴിഞ്ഞു. പക്ഷേ പറഞ്ഞു തന്ന കഥകൾ, മനസ്സിൽ നാം സൂക്ഷിക്കുന്ന കഥകൾ അവസാനിക്കുന്നില്ല. പക്ഷേ കഥയായിരുന്നില്ല ബഷീറിന്റെ സ്വന്തം കല, അത് സംഗീതമായിരുന്നു. ദുഃഖമാണ് കലയായിത്തീരുന്നത്. ശരിയായ കല സംഗീതമാണ്. അതിനു മാത്രമേ ദുഃഖത്തിന്റെ ശരിപ്പകർപ്പാകാൻ കഴിയൂ. അതാണ് നാദബ്രഹ്മം. ഇന്ത്യൻ സംഗീത സാഹിത്യത്തിലെ ഏറ്റവും ശോകാർദ്രമായ താരാട്ട്, ജിന്ദഗി എന്ന ചിത്രത്തിൽ കുന്ദൻലാൽ സൈഗാൾ പാടിയ വിഷാദമധുരമായ താരാട്ട് സോജാ രാജകുമാരി ബഷീർ പലവട്ടം കേൾക്കാറുണ്ടായിരുന്നു. സംഗീതം എന്ന് പറയുമ്പോൾ അതിൽ ശാസ്ത്രീയമായ സംഗീതമല്ല. എനിക്ക് ചെവിയും മനസ്സേ ഉള്ളു സംഗീതത്തെ പറ്റി. അപ്പോൾ നല്ല അർത്ഥം വേണം, നല്ല ഭംഗിയുള്ള ശബ്ദമായിരിക്കണം. അങ്ങനെ ഒരുപാട് റെക്കോർഡ്സ് ഒരുപാടുണ്ട് എൻ്റെ കയ്യിൽ, ഒരുപാട് റെക്കോർഡ്സ്. അപ്പം അതിൽ ഇപ്പം ഇന്ന് അറിയപ്പെടുന്ന എല്ലാ പാട്ടുകാരുടെയും റെക്കോർഡ്സിൻ്റെ അതിലുണ്ട്. അതുപോലെ ഗ്രാമഫോണുണ്ട്, മറ്റേ റെക്കോർഡ് പ്ലെയറുണ്ട്. മഹാനായ ബംഗാളി ഗായകൻ പങ്കജ് മല്ലിക്കിന്റെ ഗുസർ ഗയ വഹ്സമാന കൈസ എന്ന നഷ്ടകാലങ്ങളെക്കുറിച്ചുള്ള പാട്ടും ബഷീറിന്റെ ഇഷ്ടഗാനങ്ങളുടെ മുൻനിരയിലായിരുന്നു. गुजर गया वो ज़माना कैसा कैसा गुजर गया. फूल तमन्नाओं के जिसमें कदम कदम पर खिलते थे, अब मुझे रखता उजड़ा बन है, जिससे है आना जाना